ഇയ്യങ്കോട് നാദാപുരം ഇയ്യങ്കോട് സ്വദേശിനിയായ 36 വയസ്സുള്ള ജി എസ് ശരണ്യയെ മലമുടിയിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള വനമേഖലയാണത്. മലമുടിയിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ഏറ്റവും ആഹ്ലാദകരമായി ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. വീണ്ടും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് കൂടി ചേരുന്നു. സുഹൈൽ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 അംഗ സംഘമായാണ് വനംവകുപ്പ് പോലീസും തുടക്കത്തിലേക്ക് തിരച്ചിൽ നടത്തിയത്. അതായത് 4 അംഗ സംഘം 4 വഴികൾ, 4 വ്യത്യസ്ത എക്സിറ്റ് വേകളിലൂടെ കാട്ടിന്റെ എൻട്രിയിലേക്ക് പോയി അവിടെ നിന്ന് കേന്ദ്രീകൃതമായ ഒരു തിരച്ചിലാണ് നടത്തിയത്. ഈ 4 അംഗ സംഘത്തിന്റെ പരിശോധന, അതായത് മാൻ പവർ ഉപയോഗിച്ചുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഹൈ വെപ്പണറീസ്, ഹൈ മെഷീനറീസ് ഉപയോഗിച്ച്, ഹൈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു മറുപരിശോധന മറുഭാഗത്ത് നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെർമൽ ഡ്രോൺ, നമുക്കറിയുന്ന പോലെ ശിരൂർ ദൗത്യത്തിലടക്കം ഏറെ നിർണായകമായ വിവരങ്ങൾ നമുക്ക് നൽകിയ ഒരു യന്ത്രം കൂടിയാണ് ഈ പറയുന്ന തെർമൽ ഡ്രോൺ പരിശോധന. ഈ തെർമൽ ഡ്രോൺ പരിശോധനയിലാണ് ഈ കാടിന്റെ മുകളിലൂടെ ഡ്രോൺ പറത്തി അവിടെ മനുഷ്യ ടെമ്പറേച്ചർ അത് തിരിച്ചറിയുകയും ആ ഭാഗത്തേക്ക് 4 അംഗ സംഘം കേന്ദ്രീകൃതമായി നടന്നു പോവുകയും അവിടെ വെച്ചാണ് ഇപ്പോൾ ശരണ്യെ നമുക്ക് ലഭിച്ചതെന്നുമാണ് ഏറ്റവും ഒടുക്കൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ഇടത്തേക്ക് വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ശരണ്യ അവരുടെ സംരക്ഷണയിലാണ്. ശരണ്യ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അതിന്റെ ഏത് അറ്റം വരെയാണോ വാഹനം പോകുക, ആ ഏറ്റവും എക്സ്ട്രീം എൻഡ് വരെ വാഹനം പോയി ആ വാഹനത്തിലേക്ക് പിന്നീട് എടുത്തുകൊണ്ടുവരാനാണ് പോലീസിന്റെ വനംവകുപ്പിന്റെ തീരുമാനം. അപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടിയാണ് ഈ പറഞ്ഞ വനംവകുപ്പിന്റെ വാഹനത്തിന് കാടിനോട് ചേർന്ന ഇടത്തേക്ക് പോകാനാവുക. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ശരണ്യെ ആ സ്ഥലത്ത് നിന്ന് വാഹനത്തിലേക്ക് തിരികെ കയറ്റിയതിനു ശേഷം ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നാണ് പ്രാഥമികമായി എടുക്കാൻ പോകുന്ന നടപടി. അതിനുശേഷം സ്വാഭാവികമായും പ്രാഥമിക ചികിത്സ നൽകേണ്ടതുണ്ട്. ഈ ചികിത്സ നൽകിയതിനു ശേഷം നമുക്ക് ശരണ്യയുടെ അടക്കം പ്രതികരണം പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ആരോഗ്യവതിയാണ്. 4 ദിവസം ഒറ്റപ്പെട്ടു പോയാലുണ്ടാകുന്ന പ്രാഥമികമായ ചില ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതായത് വനമാണ്, ഇതൊരു ആശ്വാസ വാർത്ത എന്നതിനപ്പുറത്തേക്ക് അതിജീവന വാർത്ത കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2023 സമാനമായ ആമസോൺ മലനിരകളിൽ പെട്ടുപോയ, ആമസോൺ വനത്തിൽ പെട്ടുപോയ 4 കുട്ടികളുടെ നമ്മൾ കേട്ടതാണ്. 40 ദിവസമാണ് അവർക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത്. 40-ാം ദിവസം സുരക്ഷിതരായി അവർ പുറത്തു വന്ന വാർത്ത അതോടൊപ്പം താരതമ്യപ്പെടുത്താൻ പറ്റുന്ന അത്രത്തോളം ആഴത്തിലല്ലെങ്കിലും കേരളത്തിൽ നിന്നൊരു ശരണ്യ കൂടി ഉണ്ടാകുന്നു. അതിജീവനത്തിന്റെ കഥ പറയാൻ, മലനിരകളിൽ പെട്ടുപോയാലും തിരികെ എത്തുമെന്ന പ്രതീക്ഷ നൽകാൻ. അങ്ങനെ സാഹസങ്ങൾക്ക് നമുക്ക് അതിടാനാകില്ല, സാഹസികതയ്ക്കും അതിടാനാകില്ല. ആ സാഹസങ്ങൾ അതെപ്പോഴും അവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ്. ശരണ്യെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ട്രെക്കിംഗ് ഒക്കെ ജീവിതത്തിന്റെ ഘടകമായി, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട വിനോദമായി ആ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച ഒരാൾ കൂടിയാണ് ശരണ്യ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ സാഹസിക പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ശരണ്യക്ക് കൂടുതൽ ഊർജ്ജമാവുകയോ ഇന്ധനമാവുകയോ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്ത, 4 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ശരണ്യെ ലഭിച്ചിരിക്കുന്നു. ശരണ്യ എത്രത്തോളം ഈ പറയുന്ന ട്രക്കിങ്ങിനോടൊക്കെ അനുകമ്പ, ഇഷ്ടം പുലർത്തുന്ന അറിയണമെങ്കിൽ ഈ പറഞ്ഞ ശരണ്യ ഒറ്റയ്ക്കാണ് ട്രക്കിങ്ങിന് വന്നത്. ഒറ്റയ്ക്ക് അങ്ങോട്ട് കടത്തിവിടാനാകില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രക്കിങ്ങിനെത്തിയ മറ്റൊരു 10 അംഗ സംഘത്തോടൊപ്പം ചേർന്ന് നടക്കുകയായിരുന്നു ശരണ്യ. പരസ്പരം പരിചയമില്ലാത്ത സംഘത്തോടൊപ്പം ശരണ്യ യാത്ര. അതുകൊണ്ട് തന്നെ തിരികെ വരുമ്പോൾ ശരണ്യ ഇവരുടെ പിന്നിൽ അല്പം ദൂരം മാറി പതിയായിരുന്നു വന്നത്. അതായത് മുൻപിലുള്ള 10 അംഗ സംഘം നേരത്തെ ശരണ്യെ മറികടന്ന് മുന്നോട്ട് പോയി.